നമസ്കാരം. ഇന്ത്യക്കകത്തും പുറത്തുമായി വ്യാപിച്ചു നിൽക്കുന്ന ഭാരതീയ വിദ്യാഭവൻ എന്ന സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഉന്നതമായ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണ് കെയർ ഭാരതി. വൃദ്ധരും ആരോഗ്യപരിചരണം ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവിധത്തിലും പരിഗണിക്കുന്ന കെയർ ഭാരതിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷമായ സ്വാഗതം. കെയർ ഭാരതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കെയർ എന്ന് പറഞ്ഞാൽ പരിചരണം, കരുതൽ, കരുണ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ആശയമാണ്. ഭാരതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ, അറിവിൻ്റെ, സേവനത്തിൻ്റെ പ്രതീകവും. കെയർ ഭാരതി എന്നത് വയോജനങ്ങൾക്കും രോഗികൾക്കും സഹായം ആവശ്യമുള്ളവർക്കും നൽകുന്ന സ്നേഹപൂർണമായ പരിചരണത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രതീകമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ വയോധരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആരോഗ്യവും മാനസിക അവസ്ഥയും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ കെയർ ഭാരതി പോലുള്ള കരുണാഭരിതമായ ആശയങ്ങൾ ഏറെ പ്രധാനമാണ്. പരിചരണം ശരീര സൗഖ്യത്തിന് മാത്രം അല്ല, അത് മനസ്സിനും ആത്മാവിനും ആശ്വാസം നൽകുന്നതാണ്. അതുകൊണ്ടാണ് കെയർ ഭാരതി സ്നേഹത്തോടും മാന്യതയോടും കൂടി സേവനം എന്നൊരാശയം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും സമയം മാറ്റിവെച്ച് വയോജനങ്ങൾക്കും രോഗികളോടും സഹാനുഭൂതി കാണിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് ചെയ്യുമ്പോൾ സമൂഹം കൂടുതൽ കരുണാഭരിതവും മനുഷ്യ സൗഹൃദപരമായി തീരുന്നു. രോഗികളെ സ്നേഹത്തോടെയും കരുതലോടെയും മാന്യതയോടെയും പരിചരിക്കുന്ന സ്ഥലമാണ് ആശുപത്രികൾ. ആശുപത്രി ആരോഗ്യ പരിപാലനത്തിനുള്ള ഒരു സ്ഥാപനമാണ്. രോഗികളുടെ പരിശോധന, ചികിത്സ, ശസ്ത്രക്രിയ, പ്രതിരോധ സേവനങ്ങൾ, പുനരധിവാസം തുടങ്ങിയവ നൽകുന്ന കേന്ദ്രമാണ്. പൊതുവെ ആശുപത്രി രോഗികളെ ചികിത്സിക്കുന്നതോടൊപ്പം ആരോഗ്യ ബോധവൽക്കരണം, ഗവേഷണം, പരിശീലനം എന്നിവയ്ക്കും കേന്ദ്രമാണ്. പ്രായമായ ആളുകൾ സമൂഹത്തിൻ്റെ അനുഭവ സമ്പത്താണ്. അവർക്ക് സ്നേഹവും സുരക്ഷയും ആരോഗ്യ പരിപാലനവും നൽകുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ആശുപത്രിയും ആരോഗ്യ സംരക്ഷണ സംവിധാനവും സമൂഹത്തിൻ്റെതാണ്. മുതിർന്നവർ നമ്മുടെ അനുഭവ സമ്പത്താണ്. അവർക്കുള്ള സ്നേഹം, സുരക്ഷ, ആരോഗ്യ പരിപാലനം നമ്മുടെ കടമയാണ്. ഭാവിയിൽ ജീറിയാട്രിക് കെയർ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇന്ത്യയിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം വേഗത്തിൽ ഉയരുന്നു. കുടുംബഘടനകളുടെ മാറ്റങ്ങൾ, അതായത് ചെറുകുടുംബങ്ങളിൽ മുതിർന്നവർ ഒറ്റപ്പെടുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ഹൈപ്പർ ടെൻഷൻ, പ്രമേഹം, ഹൃദയരോഗം, ഡിമെൻഷ്യ, ആർത്രൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളുടെ വർധനവ്, പരിചരണ കേന്ദ്രങ്ങളുടെ കുറവ്, അതായത് പ്രത്യേകിച്ചും ജീറിയാട്രിക് ആശുപത്രികൾ, നഴ്സിംഗ് ഹോം, ഡേ കെയർ സെൻ്ററുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പരിമിതമാണ്. ഇനി വരുന്ന സെക്ഷനുകളിൽ കെയർ ഭാരതിയുടെ ലക്ഷ്യങ്ങൾ, ആവശ്യകത, വയോധിക പരിചരണത്തിൻ്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കാം. നന്ദി. ആശുപത്രിയുടെയും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൻ്റെയും ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരോഗ്യ പ്രോത്സാഹനം, അതായത് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നത്. രോഗനിർമ്മാർജ്ജനം, അതായത് രോഗങ്ങൾ തടയൽ, വാക്സിനേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസം തുടങ്ങിയവ. അടുത്തതായി രോഗനിർണയവും ചികിത്സയും. ശരിയായ പരിശോധനയും ഫലപ്രദമായ ചികിത്സയും നമുക്ക് ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. പുനരധിവാസം, രോഗികൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള പിന്തുണ നൽകുന്നത്. പാലിയേറ്റീവ് കെയർ, അതായത് ചികിത്സാ സാധ്യതയില്ലാത്തവർക്കും ആശ്വാസകരമായ പരിചരണം നൽകുന്നത്. സമഗ്ര സേവനം, അതായത് ഡോക്ടേഴ്സ്, നഴ്സസ്, ടെക്നീഷ്യന്മാർ, സോഷ്യൽ വർക്കർ തുടങ്ങിയവർ സഹകരിച്ചുള്ള ഒരു ടീം വർക്കാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ 2 തരത്തിലാണുള്ളത്. ഒന്ന് പൊതു ആരോഗ്യ സംവിധാനങ്ങളും രണ്ടാമതായി സ്വകാര്യ ആരോഗ്യ സംവിധാനങ്ങൾ. പൊതു ആരോഗ്യ സംവിധാനങ്ങൾ സർക്കാർ നടത്തുന്ന സംവിധാനമാണ്. ഉദാഹരണത്തിന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, സർക്കാർ ആശുപത്രികൾ തുടങ്ങിയവ. അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ: കുറഞ്ഞ ചിലവ്, പ്രതിരോധ പ്രോത്സാഹന ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം കൊടുക്കുന്നു, ഗ്രാമീണ പ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും കൂടുതലായി പ്രവർത്തിക്കുന്നു. രണ്ടാമത്തേത് സ്വകാര്യ ആരോഗ്യ സംവിധാനങ്ങൾ.
വ്യക്തികൾ അഥവാ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു സംവിധാനമാണ്. ഉദാഹരണത്തിന് സ്വകാര്യ ക്ലിനിക്കുകൾ, നഴ്സിംഗ് ഹോം, കോർപ്പറേറ്റ് ആശുപത്രികൾ തുടങ്ങിയവ. ഇവയുടെ ഗുണമേന്മ ഉയർന്ന നിലവാരത്തിലുള്ളതും ചിലവേറിയതുമാണ്. നൂതന സാങ്കേതിക വിദ്യകൾ ഇവർ ഉപയോഗിക്കുന്നു. നമുക്കെല്ലാവർക്കും ആരോഗ്യ പ്രവർത്തകരെ കുറിച്ച് അറിയാം. ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്സ്, അല്ലാതെ സഹ ആരോഗ്യ പ്രവർത്തകർ, അതായത് ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ, സോഷ്യൽ വർക്കേഴ്സ്, അറ്റൻഡേഴ്സ്, ശുചീകരണ പ്രവർത്തകർ തുടങ്ങിയവർ കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആശുപത്രികൾ. നമസ്കാരം. കെയർ ഭാരതിയുടെ ആദ്യ എപ്പിസോഡിൽ ആശുപത്രികളെ കുറിച്ചാണ് നമ്മൾ കണ്ടതെങ്കിൽ, രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ രോഗി കേന്ദ്രീകൃത പരിചരണത്തിൻ്റെ സിദ്ധാന്തങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന രോഗിയെ പ്രധാനമായും അദ്ദേഹത്തെ കേന്ദ്രമാക്കിക്കൊണ്ടായിരിക്കണം പരിചരണം സാധ്യമാക്കേണ്ടത്. രോഗിയുടെ അഭിപ്രായം, ആശങ്ക, തീരുമാനങ്ങൾ എന്നിവ കൃത്യമായി ആദരിക്കാൻ ഓരോ ആരോഗ്യ പ്രവർത്തകനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചികിത്സാ രീതി തിരഞ്ഞെടുക്കുന്നതിൽ രോഗിക്കും കുടുംബത്തിനും കൃത്യമായ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. മറ്റൊന്നിലേക്ക്, വ്യക്തിഗത പരിചരണം, അതായത് ഇൻഡിവിജ്വലൈസ്ഡ് കെയർ. രോഗിയുടെ പ്രായം, സംസ്കാരം, വിശ്വാസം, ജീവിതശൈലി എന്നിവയ്ക്ക് ഏറെ പരിഗണന നമ്മൾ നൽകേണ്ടതുണ്ട്. ഓരോ രോഗിയും വ്യത്യസ്തരാണെന്ന ബോധ്യത്തോടു കൂടി വേണം അവരെ നമ്മൾ സമീപിക്കേണ്ടത്. മൂന്നാമത്തെ ഭാഗമായി പറയേണ്ടത് പ്രഭാവശാലിയായ ഒരു ആശയവിനിമയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. വ്യക്തമാകുന്ന, ഏറ്റവും നന്നായി മനസ്സിലാകുന്ന വിധത്തിലായിരിക്കണം രോഗിയോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും നമ്മൾ വർത്തമാനം പറയേണ്ടതും വിവരങ്ങൾ ആരായേണ്ടതും. രോഗിയുടെ സംശയങ്ങൾ ക്ഷമയോടെ കേൾക്കുകയും മറുപടി നൽകുകയും വേണം. ഒരു നല്ല ആരോഗ്യ പ്രവർത്തകന് ഏറ്റവും അനിവാര്യമായ ഗുണം സഹകരണമാണ്. ഡോക്ടർ, നഴ്സ്, തെറാപ്പിസ്റ്റ്, രോഗി, കുടുംബം എന്നിവരുമായി ചേർന്ന് ഏക അഭിപ്രായത്തിൽ തീരുമാനമെടുക്കാൻ, സഹകരണത്തോടെ തീരുമാനമെടുക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. ചികിത്സാ രീതിയെ ഏകോപിപ്പിക്കുന്നതിന് ഇത് ഗുണകരമായി മാറുകയും ചെയ്യും. രോഗിയോട് എപ്പോഴും കരുണയും സഹാനുഭൂതിയും പുലർത്തുക എന്നുള്ളത് ആരോഗ്യ പ്രവർത്തകന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. രോഗിയുടെ വേദനയും മാനസികാവസ്ഥയും മനസ്സിലാക്കുക, മാനുഷികതയോടും കരുതലോടും കൂടിയ സമീപനം പുലർത്തുക, ഒപ്പം അദ്ദേഹത്തിന് വേണ്ട സുരക്ഷയും ഗുണമേന്മയും ഉറപ്പുവരുത്താനും ആരോഗ്യ പ്രവർത്തകർ പരിശ്രമിക്കേണ്ടതാണ്. രോഗിക്ക് സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഉറപ്പാക്കണം. ഉയർന്ന നിലവാരമുള്ള ചികിത്സയും പരിചരണവും പ്രധാനപ്പെട്ട ഒന്നായി പരിഗണിക്കുകയും വേണം. ഒപ്പം രോഗിയുടെ ശാക്തീകരണം. എന്താണ് രോഗിയുടെ ശാക്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രോഗിയുടെ ആരോഗ്യ സംബന്ധമായ അറിവുകളിലൂടെ സ്വയം തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുക. രോഗിയുടെ ആരോഗ്യ ഉത്തരവാദിത്വത്തിൽ ഓരോ ആരോഗ്യ പ്രവർത്തകനും കൃത്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം കുടുംബ പങ്കാളിത്തമാണ്. രോഗിയുടെ പരിചരണത്തിൽ കുടുംബത്തിൻ്റെ പിന്തുണ എപ്പോഴും ഉറപ്പാക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. ആരോഗ്യ പ്രവർത്തകർ എപ്പോഴും നൈതിക ഉത്തരവാദിത്വങ്ങൾ ഉള്ളവരായിരിക്കണം. എന്താണ് നൈതിക ഉത്തരവാദിത്വം? അതായത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ്. നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന രോഗിയുടെ മാനവും അവകാശവും സംരക്ഷിക്കാൻ ഓരോ ആരോഗ്യ പ്രവർത്തകനും ബാധ്യസ്ഥരാണ്. രോഗിയുടെ സ്വകാര്യത പാലിക്കാൻ എപ്പോഴും ആരോഗ്യ പ്രവർത്തകർ പരിശ്രമിക്കണം. ഒരു രോഗിയുടെ മതം, സംസ്കാരം, വിശ്വാസങ്ങൾ എന്നിവ ആദരിച്ചുകൊണ്ട് വേണം അദ്ദേഹത്തിന് പരിചരണങ്ങൾ നൽകേണ്ടത്. ഒപ്പം സത്യസന്ധതയും വിശ്വാസ്യതയും കൈമുതലായി കൊണ്ടുവരികയും വേണം. രോഗിയോടും കുടുംബത്തോടും സത്യസന്ധമായ വിവരം മാത്രം നൽകുക. രോഗിയുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന പ്രവൃത്തികളിൽ ഒരിക്കലും ഏർപ്പെടരുത്. കരുണയും സഹാനുഭൂതിയും ഉണ്ടാകേണ്ടത് ആരോഗ്യ പ്രവർത്തകന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. രോഗിയുടെ വേദന മനസ്സിലാക്കി സഹാനുഭൂതിയോടെ സമീപിക്കുക. മാനുഷികതയുടെ പരിചരണം ഉറപ്പാക്കുക. ഇതൊക്കെ ഒരു നല്ല ആരോഗ്യ പ്രവർത്തകൻ കൈമുതലായി കൊണ്ടുവരേണ്ടതാണ്. സമത്വവും നീതിയും. സാമ്പത്തിക സ്ഥിതി, ജാതി, മതം, ലിംഗം ഇവ നോക്കാതെ എല്ലാവർക്കും ഒരുപോലെ പരിചരണം നൽകാനും ആരോഗ്യ പ്രവർത്തകൻ എപ്പോഴും പരിശ്രമിക്കേണ്ടതാണ്. നഴ്സിംഗ്, മെഡിക്കൽ മേഖലയുടെ എത്തിക്കൽ ചട്ടങ്ങൾ ഇവ പാലിച്ചുകൊണ്ട് സഹപ്രവർത്തകരോടും രോഗികളോടും മാന്യമായി പെരുമാറിക്കൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള പെരുമാറ്റമാണ് ഒരു ആരോഗ്യ പ്രവർത്തകനിൽ നിന്ന്
ഈ കാലഘട്ടത്തിലും ഇക്കാര്യത്തിലും ഉണ്ടാകേണ്ടത്. അടുത്ത് ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് ആരോഗ്യ പ്രവർത്തകരുടെ നിയമപരമായ ഉത്തരവാദിത്വങ്ങളാണ്, അതായത് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ്. രോഗിക്ക് കുറേയധികം അവകാശങ്ങളുണ്ട്. രോഗിക്ക് ആവശ്യമായ വിവരങ്ങൾ കൃത്യമായ സമയങ്ങളിൽ നൽകിക്കൊണ്ട് വേണം ചികിത്സയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. രോഗിയുടെ രേഖകൾ, രോഗത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നിയമാനുസൃതമായി സൂക്ഷിക്കുകയും വേണം. രഹസ്യം പാലിക്കൽ പരമപ്രധാനമാണ് ആരോഗ്യ പ്രവർത്തകന്, അതായത് കോൺഫിഡൻഷ്യാലിറ്റി. രോഗിയുടെ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടാതെ പുറത്തു പറയാൻ പാടില്ല. ശാസ്ത്രീയവും സുരക്ഷിതവുമായ രീതിയിൽ ചികിത്സ നൽകാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കണം. അശ്രദ്ധ ഒരു പക്ഷേ രോഗിയുടെ ജീവന് തന്നെ അപകടമുണ്ടാക്കാൻ കാരണമായേക്കാം. ആയതിനാൽ അടിയന്തര സഹായം നൽകാനും അടിയന്തര ശുശ്രൂഷ നൽകാനും എപ്പോഴും ഒരു ആരോഗ്യ പ്രവർത്തകൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. കൂടാതെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് ഒരു നല്ല ആരോഗ്യ പ്രവർത്തകന്റെ പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ്. ആരോഗ്യ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളും സർക്കാർ നിയമങ്ങളും അനുസരിച്ച് മാത്രമേ ആരോഗ്യ പ്രവർത്തകൻ പ്രവർത്തിക്കുവാൻ പാടുള്ളൂ. ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ കൗൺസിൽ, നഴ്സിംഗ് കൗൺസിൽ എന്നിവയുടെ ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ആരോഗ്യ പ്രവർത്തന പരിപാടികൾ മാത്രമേ എല്ലാ ആരോഗ്യ പ്രവർത്തകരും ആസൂത്രണം ചെയ്യാനും പാടുള്ളൂ. വൈകല്യമുള്ളവരും ബൗദ്ധിക പ്രശ്നങ്ങളുള്ളവരുമായ രോഗികളെ ഒരു നല്ല ആരോഗ്യ പ്രവർത്തകൻ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്, അദ്ദേഹത്തിന് കൊടുക്കേണ്ട പിന്തുണ എന്താണ് എന്നാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശയവിനിമയമാണ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ലളിതവും വ്യക്തവുമായ ഭാഷയായിരിക്കണം ആരോഗ്യ പ്രവർത്തകൻ തൻ്റെ മുന്നിലേക്ക് എത്തുന്ന രോഗിയിലേക്ക് അല്ലെങ്കിൽ രോഗിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ആവശ്യമെങ്കിൽ ചിത്രങ്ങളോ ചിഹ്നങ്ങളോ കൈസൂചനകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആശയം വ്യക്തമാക്കാവുന്നതാണ്. രോഗിയുടെ വാക്കുകൾ കേൾക്കുക എന്നുള്ള അല്ലെങ്കിൽ ആ വാക്കുകൾ കേൾക്കാനുള്ള ക്ഷമ കാണിക്കുക എന്നുള്ളത് നല്ല ആരോഗ്യ പ്രവർത്തകന്റെ ലക്ഷണം കൂടിയാണ്. കുടുംബങ്ങളുടെ സഹായത്തോടെ ആശയവിനിമയം നടത്തുക എന്നതും ആരോഗ്യ പ്രവർത്തകന്റെ ലക്ഷ്യം കൂടി ആകുന്നു. മറ്റൊന്ന് എമ്പതി, സഹാനുഭൂതി ഉണ്ടാവുക, കരുതലുണ്ടാകുക എന്നുള്ളതാണ്. രോഗിയുടെ വികാരങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായത്. സഹാനുഭൂതി പ്രകടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനും ആരോഗ്യ പ്രവർത്തകന് കഴിയണം. വിമർശനമോ നിരാസമോ ഒഴിവാക്കി കരുതലോടെ രോഗിയോട് സമീപിക്കുന്ന ഒരു പ്രവണതയും ആരോഗ്യ പ്രവർത്തകൻ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കൂടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയേണ്ടത് ദിനചര്യം, അതായത് ദൈനംദിനമായിട്ടുള്ള സഹായമാണ് നൽകേണ്ടത്. ഓരോ ദിവസവും ആരോഗ്യ പ്രവർത്തകൻ തൻ്റെ മുന്നിലെത്തുന്ന രോഗിക്ക് ഏത് വിധത്തിലുള്ള സഹായമാണ് നൽകേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടത് ഭക്ഷണം, മരുന്ന്, വസ്ത്രധാരണം, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങളിൽ സഹായിക്കുക. സഹായം നൽകുമ്പോൾ രോഗിയുടെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അതായത് സ്വയം ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികളെ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന്, സുരക്ഷിതമായ പരിസരം ഒഴിവാക്കുക. രോഗി സ്വയം പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന സമയത്ത് വീഴ്ചകളോ അപകടങ്ങളോ ഉണ്ടാകാതിരിക്കുവാൻ ആരോഗ്യ പ്രവർത്തകൻ കരുതലോടെ ഇരിക്കുക എന്നതും ഇതിൽ പ്രധാനമാണ്.